ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന മിസസ് റോഷയാണ്. ഇന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നിന്നും കർത്താവിൻ്റെ ദാസൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. രൂത്തിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യം ഞാൻ വായിക്കുന്നത് ശ്രദ്ധിച്ചാലും, ഈ യുവതിയിൽ നിന്ന് യഹോവ നിനക്ക് നൽകുന്ന സന്തതിയാൽ നിന്റെ ഗൃഹം താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരേസിൻ്റെ ഗൃഹം പോലെ ആയിത്തീരട്ടെ. മോവാബ് സ്ത്രീയായ രൂത്തിനെ വിവാഹം കഴിച്ച ഉടനെ ബോവസിനെ അനുഗ്രഹിച്ചുകൊണ്ട് ആ പട്ടണത്തിലെ മൂപ്പന്മാർ പറയുന്ന വാക്കുകളിൽ ഒന്നാണ് ഇത്: ഈ യുവതിയിൽ നിന്ന് ദൈവം നിനക്ക് തരുന്ന സന്തതിയാൽ താമാർ യഹൂദയ്ക്ക് പ്രസവിച്ച ഫേരേസിനെ പോലെ ദൈവം നിന്നെ അനുഗ്രഹിക്കട്ടെ എന്നാണ്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വ്യക്തമാണ്: ബോവസ് യഹൂദയെപ്പോലെ മുൻപ് വിവാഹം കഴിച്ചിരുന്നയാളും ഭാര്യ മരിച്ചിരുന്നയാളുമായിരുന്നു. യഹൂദയ്ക്ക് ആദ്യ ഭാര്യയിൽ ഉണ്ടായിരുന്ന ആദ്യജാതൻ മരിച്ച കാര്യം നമുക്കറിയാം. എന്നാൽ പിന്നീട് ദേവരധർമ്മപ്രകാരം താമാറിനെ വിവാഹം കഴിച്ച ശേഷം അവളിൽ 2 കുട്ടികളാണ് ഉണ്ടായത്. അതിലുള്ള ഒരു കുട്ടിയായിരുന്നു ഫേരേസ്. അപ്പോൾ ബോവസും യഹൂദയെപ്പോലെ മുൻപ് വിവാഹിതനായിരുന്നു, ഭാര്യ മരിച്ചയാളായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഫേരേസിനെ പോലെ അനുഗ്രഹിക്കട്ടെ എന്നാണ് പറഞ്ഞത്. താമാറിന് ഇരട്ട കുട്ടികളായിരുന്നത് കൊണ്ട് മറ്റൊരു കുട്ടിയുമുണ്ടല്ലോ. എന്നാൽ അനുഗ്രഹിക്കപ്പെട്ടത് ഫേരേസാണ്. അതുകൊണ്ടാണ് അനുഗ്രഹീതനായ ഫേരേസിനെ പോലെ ഈ സ്ത്രീയിൽ നിന്നുണ്ടാകുന്ന മകൻ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞത്. ആ മൂപ്പന്മാരുടെ വിശ്വാസത്തെ, ദൈവത്തിലുള്ളവരുടെ വിശ്വാസത്തെ നാം അംഗീകരിക്കേണ്ടതാണ്, ആദരിക്കേണ്ടതാണ്. കാരണം 10 വർഷം മഹ്ലോനോട് കൂടെ താമസിച്ചിട്ട് രൂത്തിന് കുട്ടികളുണ്ടായില്ലെന്ന് ഓർക്കണം. പക്ഷേ വിശ്വാസത്തോടെ, കുട്ടി ഉണ്ടാകുമെന്ന വിശ്വാസത്തോടെ ബോവസ് വിവാഹം കഴിക്കുന്നു. ഈ മൂപ്പന്മാർക്കും വിശ്വാസമുണ്ട്, തീർച്ചയായിട്ടും അവൾ പ്രസവിക്കും, അവളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ട തലമുറ ഉണ്ടാകും എന്ന് പറയുകയാണ്. മാത്രവുമല്ല, ഫേരേസ് വംശാവലിയിൽപ്പെട്ടതുപോലെ ബോവസിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ് യഹൂദ ഗോത്രത്തിലെ വംശാവലിയിൽ പെടുവാനിടയാകട്ടെ എന്നാണ് അവർ ആഗ്രഹിച്ചത്, അല്ലെങ്കിൽ അവർ വിശ്വസിച്ചത്. ഇവിടെ ഈ പട്ടണത്തിലെ മൂപ്പന്മാർ ബോവസിനെ അനുഗ്രഹിക്കുകയാണ്, ബോവസിൻ്റെ നന്മ കാണാൻ ആഗ്രഹിക്കുകയാണ്. പ്രിയപ്പെട്ടവർ, ബൈബിളിലൊരു വാക്യമുണ്ട്: നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിച്ചിരിക്കൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ, ശപിക്കാതെ അനുഗ്രഹിക്കുന്നവരായിരിപ്പീൻ. നമ്മെ സംബന്ധിച്ച് ആളുകൾക്ക് നന്മയുണ്ടാകണം എന്ന് നമ്മുടെ ഹൃദയത്തിൽ ആഗ്രഹമുണ്ടാകണം. അത് നാം നാവിലൂടെ വെളിപ്പെടുത്തണം. അതല്ലാതെ ഒരാളോട് പോലും നിനക്ക് നന്മയുണ്ടാകുകയില്ല, ഗതി പിടിക്കുകയില്ല എന്നൊന്നും ഒരിക്കലും ഒരു ദൈവപൈതൽ പറയാൻ പാടില്ല. കാരണം അവൻ അനുഗ്രഹം അനുഭവിച്ചവനാണ്, അവൻ ഇനിയും അനുഗ്രഹം അനുഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് അനുഗ്രഹമേ പാടുള്ളൂ. ശാപത്തിൻ്റെ ഒരു വാക്കും വിശ്വാസിയുടെ നാവിൽ ഉണ്ടാകാനായിട്ട് പാടില്ല. അത് രക്ഷിക്കപ്പെട്ടവരോടാണെങ്കിലും പെടാത്തവരോടാണെങ്കിലും നീ നശിക്കട്ടെ എന്ന് പറയരുത്. നമ്മളൊരു വീട്ടിൽ സുവിശേഷം പറയാനൊക്കെ പോയി, അവർ നമ്മളെ നിരാകരിച്ചു.
നിങ്ങൾക്ക് ഗുണം വരികയില്ല എന്ന് പറഞ്ഞ് ശപിച്ചിട്ട് പോരാൻ പാടില്ല. അതിൻ്റെ കാരണം ഒരുപക്ഷെ നാം പറയുമ്പോഴായിരിക്കില്ല അവർ രക്ഷിക്കപ്പെടാൻ, അവരുടെ സമയം, അവരുടെ സന്ദർശനകാലം ആയി കാണുകയില്ല. അവരെ രക്ഷയെങ്കിലേക്ക് നയിക്കേണ്ടത് മറ്റൊരാളായിരിക്കാം. ഒരു മരം ഒരു വെട്ടിനല്ലല്ലോ വീഴുന്നത്, പല വെട്ടുകൾ കൊണ്ടല്ലേ വീഴുന്നത്. അതുകൊണ്ട് അതുപോലെ നാം ഒരാൾ സുവിശേഷം പറഞ്ഞു, അവർ നിരാകരിച്ചു, അവർക്ക് മാനസാന്തരപ്പെടാൻ പാടില്ലെന്നുണ്ടോ? ഇല്ല. കർത്താവ് ഒരു ഉപമ പറഞ്ഞു. 2 മക്കളുണ്ടായിരുന്നു. ഒരുത്തനോട് പറഞ്ഞു, നീ വയലിൽ പോയി പണിയെടുക്കുക. അവൻ പറഞ്ഞു, ഞാൻ പോകാം അപ്പ. മറ്റവനോട് പറഞ്ഞു, അവൻ പറഞ്ഞു, ഞാൻ പോവുകയില്ല. പക്ഷേ സംഭവിച്ചത് പോവുകയില്ലെന്ന് പറഞ്ഞവനാണ് പോയത്. അതുപോലെ ആദ്യം സുവിശേഷത്തെ നിരാകരിക്കുന്ന ആളുകളായിരിക്കും പിന്നീട് വളരെ നല്ല വിശ്വാസികളായി തീരുന്നത്. കർത്താവ് പറഞ്ഞു, യെരുശലേമേ, കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചേർക്കുമ്പോൾ നിൻ്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്രയോ വട്ടം മനസ്സായിരുന്നു. അപ്പോൾ പറയാവർത്തി നമ്മുടെ കർത്താവ് യെരുശലേമിനോട് സംസാരിച്ചു. അതുപോലെ നമ്മളും പലയാവർത്തി സംസാരിക്കണം. ഒരു LIC ഏജൻറ്റ് ഒരാളെ സമീപിക്കുന്നു, ഒരിക്കൽ സമീപിക്കുന്നു, വേണ്ടെന്ന് പറയുന്നു, പിന്നെയും ചെല്ലുന്നു. അവരൊരിക്കലും തനിക്ക് ഗുണം വരികയില്ല എന്ന് പറയുകയില്ല. ഞാൻ വീണ്ടും വരും കേട്ടോ, നമുക്ക് വീണ്ടും കാണാം, വേറെ ചില അതിൻ്റെ നന്മകൾ ഞാൻ പറയാം എന്ന് പറഞ്ഞു പോവുകയല്ലാതെ അവർ ആരെയും ശപിക്കുകയില്ല. അതുപോലെ ഒരു സുവിശേഷകൻ അല്ലെങ്കിൽ സുവിശേഷം പറയുന്ന നാം ആളുകളെ ശപിക്കാൻ പാടില്ല, അനുഗ്രഹിക്കുകയേ പാടുള്ളൂ. അതുപോലെ വിശ്വാസികളുടെ ഭാഗത്തു നിന്ന് നമ്മളെ ദുഃഖിപ്പിക്കുന്ന കാര്യം ഉണ്ടായി കാണാം, അവന് നന്മ വരികയില്ല എന്നൊന്നും പറഞ്ഞു കളയരുത്. കാരണം അവർക്ക് വേറെ പല നന്മകളുണ്ടായിരിക്കാം. നമ്മളെ ദുഃഖിപ്പിച്ച അവരനേകരെ സന്തോഷിപ്പിച്ചിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ട് നമ്മളൊരിക്കലും ബിലയാമിനെ പോലെ ശപിക്കുന്നവരാകാൻ പാടില്ല. അനുഗ്രഹമേ നമ്മുടെ നാവിൽ നിന്നുണ്ടാകാൻ പാടുള്ളൂ. ഇവിടെ മൂപ്പന്മാർ ഈ ബോവസിനെ ഒപ്പം രൂത്തിനെ അനുഗ്രഹിക്കുകയാണ്. അതങ്ങനെ തന്നെ ഭവിക്കുവാനിടയായി തീർന്നു. നമ്മുടെ നാവിന് ശക്തിയുണ്ട്. ദൈവം നമ്മുടെ വാക്കുകളെ, ആഗ്രഹത്തെ, നമ്മുടെ വിശ്വാസത്തെ ആദരിക്കും എന്നുള്ളതിന് നല്ലൊരു തെളിവാണിത്. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ വലിയൊരു നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.